തൊഴിലാളിയാണ് ആ രക്ഷപ്പെടുത്തപ്പെട്ട വ്യക്തി എന്നാണ് നിഗമനം. മറ്റാരെങ്കിലും മണ്ണടിയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നു. തുരങ്കപാത നിർമ്മാണം നടക്കുന്നതിനടുത്താണ് മണ്ണിടിഞ്ഞത്. നേരത്തെ തന്നെ പരിസ്ഥിതി പ്രവർത്തകർ പലരും ഇത്തരത്തിലുള്ള തുരങ്കപാത നിർമ്മാണത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ഇപ്പോൾ അത് ശരിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് തുരങ്കപാത നിർമ്മാണം നടക്കുന്നതിൻ്റെ സമീപത്ത് തന്നെ മണ്ണിടിഞ്ഞിരിക്കുന്നത്. ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. NDRF സംഘം അവിടെ ഏറ്റവും പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. അടിയന്തര രക്ഷാപ്രവർത്തനത്തിനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചതായിട്ടാണ് തിരുവമ്പാടി MLA CK കാസിം സൂചിപ്പിച്ചിട്ടുള്ളത്. NDRF സംഘം സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്നൊരവസ്ഥ എത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും ആ സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള തടസ്സങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. വയനാട് തുരങ്കപാത നിർമ്മാണ സ്ഥലത്തിന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള സംശയമുണ്ട് എന്നാണ് ആന്റണി ജെ ജോർജ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വയനാട് തുരങ്കപാത നിർമ്മാണം നടക്കുന്ന ഇടത്താണ് ഈ ദുരന്തമുണ്ടായിരിക്കുന്നത്. മേപ്പാടിയിൽ കനത്ത മഴയിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു എന്ന് മാത്രമല്ല, മഴ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നിരവധി പേർ ഈ മണ്ണിടിച്ചിലുണ്ടായ ഇടത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് പ്രദേശവാസികൾ അവിടെ നിന്ന് പറയുന്നത്. ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള സംശയം ബലപ്പെട്ടതിനെ തുടർന്ന് നിരവധി പേർ അവിടേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ബന്ധുജനങ്ങളടക്കമുള്ളവർ എത്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. സുഹൃത്ത് സംഘങ്ങൾ എത്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. മീനാക്ഷി പാലത്തിന് സമീപമാണ് ഈ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. പാലത്തിനടുത്തുള്ള കുന്ന് വലിയ തോതിൽ ഇടിഞ്ഞ് റോഡിലേക്കും അടുത്തുള്ള പുഴയിലേക്കും ഇറങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ അടുത്ത് നിർമ്മാണം നടന്നിരുന്ന സ്ഥലത്ത് പണിയെടുത്തിരുന്ന ഒരു തൊഴിലാളിയെ ആണ് മണ്ണിനടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഓർക്കുക, വയനാട്ടിൽ ഇന്നലെ മുതൽ അതിതീവ്ര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാലാവസ്ഥാ വകുപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്ന കണക്കും അതിതീവ്ര മഴ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. പാലത്തിലൂടെ കടന്നു പോയിരുന്ന വാഹനങ്ങളോ ആളുകളോ ഒക്കെ മണ്ണിടിച്ചിലിൽ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ള ആശങ്ക ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. RRT സംഘത്തോട് പ്രദേശത്തേക്ക് നീങ്ങാൻ മന്ത്രി T സിദ്ദിഖ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ അതിനു മുമ്പേ തന്നെ RRT സംഘം അവിടേക്ക് പുറപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏകോപനം കൃത്യമായി നടത്തേണ്ടിയിരിക്കുന്നു. മുൻപ് ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിട്ട് വയനാട് ദുരന്തത്തെ അതിജീവിച്ചുകൊണ്ട് സർവ്വസന്നാഹങ്ങളോടും കൂടി സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അതിൻ്റെ സ്മരണ വളരെ കൃത്യതയോടുകൂടി ഇവിടെ നടപ്പാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിൽ വയനാട് മേപ്പാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായ ഈ സമയത്ത് പറയാനുള്ളത്. നിർമ്മാണം നടക്കുന്നതിനിടെ മണ്ണിടിഞ്ഞ റോഡിലേക്ക് പതിക്കുകയായിരുന്നു. 16 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള സംശയം ഒരു ഭാഗത്തുണ്ട്. വാഹനങ്ങളും മണ്ണിനടിയിൽ പെട്ടു എന്നുള്ളത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പ്രത്യേകിച്ചും വാഹനങ്ങൾ മണ്ണടിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള യാത്രക്കാരുടെ അവസ്ഥ എന്നുള്ളത് സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കേണ്ട ഒരു ഘട്ടമാണ്. പക്ഷേ ആ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലാണ് എന്ന് പറയേണ്ടുന്ന രീതിയിലാണ് ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ ഗതാഗത കുരുക്ക് ഒരു ഭാഗത്തുണ്ട്. ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തി പുറത്തെടുക്കുന്നവരെ അടിയന്തരമായിട്ട് ആശുപത്രിയിൽ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ തടസ്സപ്പെടുന്ന രീതിയിൽ അവിടെ ഗതാഗത കുരുക്ക് ഒരു ഭാഗത്തുണ്ട് എന്ന് മാത്രമല്ല, ഈ പ്രദേശത്തും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും മണ്ണ് ഇടിയാൻ വലിയ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഒരു ഭാഗത്ത് ഈ സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കെ തന്നെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടുന്ന ഒരു കർത്തവ്യവും കൂടി ചെയ്യാനുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം, ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് തൊഴിലാളികളാണോ എന്നുള്ളൊരു സംശയം ഒരു ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഈ പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ട് എന്നുള്ളത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഒരേ സമയം മണ്ണിടിഞ്ഞ ഇടത്തു നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുക, അതേസമയം മണ്ണിടിയാൻ സാധ്യതയുള്ള ഇടത്തു നിന്ന് നാട്ടുകാരെ മുഴുവൻ മാറ്റിപ്പാർപ്പിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക. ചിലർ അവിടെ നിന്ന് വിട്ടുപോകാൻ താല്പര്യം പ്രകടിപ്പിക്കാത്തവരുണ്ടാവും. കാര്യങ്ങൾ പറഞ്ഞ് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ മാറ്റേണ്ടതുകൂടി ഒരു ഭാഗത്ത് വരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ നിന്ന് നമ്മോട് ഒപ്പം ചേരുകയാണ്. നമസ്കാരം. ഈ നിമിഷങ്ങളിൽ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഹലോ, എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ? രക്ഷാപ്രവർത്തനം എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു? അവിടെ രക്ഷാപ്രവർത്തനം അവിടെ നടത്തുന്നുണ്ട്. പിന്നെ തുരങ്കപാതന്റെ എടുത്തിട്ട മണ്ണാണ് അവിടെ ഇടിഞ്ഞിട്ട് ആളുകൾക്ക് ഒരു ഭീഷണിയായിട്ട് ഉണ്ടായിട്ടുള്ളത്. ആളുകളൊക്കെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് രക്ഷപ്പെടുത്തുന്നവരെ കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയുണ്ടോ? കൊണ്ടുപോയിട്ടുണ്ട്. 5 പേരെ കൊണ്ടുപോയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക്. വിംസ് ഹോസ്പിറ്റലിലേക്ക് 5 പേരെ എത്തിച്ചിട്ടുണ്ട്. അതെ, ഏത് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നറിയാമോ? വിംസിലേക്ക്.
5 പേരെ, അത് തൊഴിലാളികളാണോ? അങ്ങനെ അറിവായിട്ടുണ്ടോ? തൊഴിലാളികൾ. അതെ, താങ്കൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചത് എപ്പോഴായിരുന്നു? ഞാനിവിടെ എറണാകുളത്ത് ഒരു മീറ്റിംഗിലാണ് ഉള്ളത്. ശരി. അവിടെ തുരങ്കപാതന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. കൂട്ടിയിട്ട മണ്ണാണ് ഇടിഞ്ഞ് വന്നിട്ടുള്ളത്. തൊഴിലാളികളെ കൊണ്ടുപോകുന്ന ബസ്സാണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത്. അതാണ് എനിക്ക് അവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. അതെ, താങ്കൾ അവിടേക്ക് പോകുന്നുണ്ടോ ഉടൻ തന്നെ? അതാ ഞാൻ ഇറങ്ങാണ്, ഇവിടുന്ന് ഇറങ്ങി. താങ്കൾക്ക് ലഭ്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ അതുകൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് സംഭാഷണം അവസാനിപ്പിക്കാം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാളെ കാണാനില്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. 5 പേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നുള്ളതാണ് അവിടുന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതെ, നന്ദി, വളരെ നന്ദി. 5 പേർ ആശുപത്രിയിലാണ്, കിംസ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് തൊഴിലാളികളാണ് എന്നുള്ള സംശയമുണ്ട്. തൊഴിലാളികളാണോ അല്ലയോ, അവരുടെ പേര് വിവരങ്ങൾ എന്നിവയെല്ലാം അറിയാനുണ്ട്. ഒപ്പം തന്നെ അവരുമായി സംസാരിച്ചാൽ മാത്രമേ മറ്റാരെങ്കിലും അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ അവസ്ഥ എന്താണ് എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം മറ്റുള്ളവർ കുടുങ്ങി കിടക്കുന്നവർ ഇനിയും അധികമുണ്ടോ? 16ഓളം പേർ കുടുങ്ങി കിടക്കുന്നു എന്നുള്ള വാർത്ത ഒരു ഭാഗത്തുണ്ട്. വയനാട് മേപ്പാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. നിർമ്മാണം നടക്കുന്നതിനിടെ മണ്ണ് ഇടിഞ്ഞ റോഡിലേക്ക് പതിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ ദുരന്തം സംഭവിച്ചിട്ടുള്ളത്. വാഹനങ്ങളടക്കമുള്ളവ മണ്ണടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. 16 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഒരു ഭാഗത്തു നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയും ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ദൃശ്യം അത് എത്രത്തോളം ഭീകരമാണ്. അതിതീവ്ര മഴ പെയ്ത ഇടമാണ് അത്. ഈ ഇടത്ത് മാത്രമല്ല, മറ്റ് പ്രദേശങ്ങളിലും, ഈ കള്ളാടിയിലെ ഈ പ്രദേശത്തും സമീപ പ്രദേശങ്ങളിലുമെല്ലാം ഇതിന് സമാനമായിട്ടുള്ള മഴയാണ് ശക്തമായിട്ട് പെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മണ്ണ് കുതിർന്ന് കിടക്കുന്നു. പാറകൾ അതിലുണ്ടോ എന്നുള്ളത് വളരെ അപകടകരമായിട്ടുള്ളൊരു ആശങ്ക ഉണർത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ പ്രദേശത്ത് മാത്രമല്ല, മറ്റിടങ്ങളിലുമൊക്കെ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. ഇത് ആശങ്ക പരത്തുന്ന ഒന്നായതുകൊണ്ട് തന്നെ സർക്കാരും അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസും ദുരന്ത നിവാരണ സേനയും നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും അടിയന്തരമായിട്ട് പാലിക്കേണ്ടതുണ്ട്. വലിയ ദുരന്ത വാർത്തയായിട്ട് മാറുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് ഒരാൾ മരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്ത കൂടി ഇതോടൊപ്പം നമ്മൾക്ക് ചേർത്ത് വെക്കേണ്ടി വരുന്നു. ഈ വയനാട് കള്ളാടിയിലെ ഈ ദുരന്തത്തിൽ 5 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും ഒരാൾ മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ആളുകൾ കുടുങ്ങി കിടക്കുന്നു ഇപ്പോഴും എന്നുള്ളതാണ് സംശയകരമായിട്ടുള്ള കാര്യം. ഈ വാർത്തയുടെ വിവരങ്ങളുമായിട്ട് ആന്റണി ജോർജ് അല്പസമയത്തിനകം നമ്മോടൊപ്പം ചേരുകയാണ്. വലിയ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ, മരണസംഖ്യ കൂടാതിരിക്കട്ടെ, കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ രക്ഷപ്പെടുത്താനും മറ്റും കഴിയട്ടെ. ഇപ്പോൾ MLA ടി സിദ്ദിഖ് ഇപ്പോൾ ചേരുകയാണ്. എന്താണ് താങ്കൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതും ജനങ്ങളോട് പറയാനുള്ളതും, ബഹുമാനപ്പെട്ട MLA? അദ്ദേഹം ഇപ്പോൾ വിവരങ്ങളുമായിട്ട് ചേരും. എന്തായാലും ഇവിടെ ഈ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുക, ഒപ്പം തന്നെ അടിയന്തരമായിട്ട് മറ്റ് ഇടങ്ങളിൽ മണ്ണിടിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുക, അവരെ പുനരധിവസിപ്പിക്കുകയോ മാറ്റിപ്പാർപ്പിക്കുകയോ ചെയ്യുക. വയനാട് കള്ളാടിയിലുണ്ടായിട്ടുള്ള ഈ മണ്ണിടിച്ചിലിൻ്റെ ദൃശ്യം വ്യക്തമാക്കുന്നത് കൃത്യമായിട്ടും മറ്റിടങ്ങളിലും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തുരങ്കപാത നിർമ്മാണം നടന്ന ഇടത്ത് ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എന്നുള്ളത് ഇതിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. അത് വലിയ വിമർശനമുണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ആ വിമർശനത്തെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമല്ല, മറിച്ച് ഇപ്പോൾ പെട്ടെന്ന് എല്ലാ തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും നടത്തുക എന്നുള്ളതായിരിക്കണം പ്രഥമ പരിഗണന നൽകേണ്ടുന്ന ഒന്ന്. പ്രത്യേകിച്ചും മണ്ണ് ഇടിയാനുള്ള സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതേക്കുറിച്ച് ഇവിടുത്തെ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഉള്ള റിപ്പോർട്ടുകൾ നമ്മൾ കാണുകയുണ്ടായി. ഒപ്പം പരിസര പ്രദേശങ്ങളിൽ നിന്നും വയനാട് ജില്ലയിലെ മറ്റിടങ്ങളിൽ നിന്നുമൊക്കെ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ പരിസ്ഥിതി പ്രവർത്തകർ വികസനം നടക്കട്ടെ, ഇപ്പോൾ കാണുന്നില്ലേ, എത്ര കാലമായി ഞങ്ങൾ പറയുന്നു എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വിമർശനങ്ങൾ നോക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ സമയം എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ ദുരന്ത സ്ഥലത്ത് നിന്ന് കുടുങ്ങിക്കിടക്കുന്നവരെ അടക്കം രക്ഷപ്പെടുത്തി അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ നടത്തുക. ഒപ്പം തന്നെ മറ്റ് ഇടങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും ആളുകളെ മാറ്റി പാർപ്പിക്കുക എന്നുള്ളതാണ്. മന്ത്രിമാരടക്കമുള്ളവർ അവിടേക്ക് എത്തിച്ചേരുന്നു. NDRF സംഘം എത്താൻ പോകുന്നു. 16 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള സംശയമുണ്ട്. റോഡിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാൾ മരിച്ചിരിക്കുന്നു, 5 പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ നമ്മൾക്ക് കാണേണ്ടിയിരിക്കുന്നു.
കിട്ടി. ഞാൻ വിളിക്കാം. ിൽ 5 പേരെ പുറത്തെടുത്തിരിക്കുന്നു. കൂടുതൽ പേർ കുടുങ്ങിയതായിട്ട് സംശയമുണ്ട്. ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കൃത്യമായിട്ടും എല്ലാ ആളുകളും ഈ ഭാഗത്ത് നിന്ന് മാറി താമസിക്കുക എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ആ പ്രദേശത്തുള്ള എല്ലാവരും ഉചിതമായ മറ്റ് സ്ഥലങ്ങളിലേക്ക്, സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടിയിരിക്കുന്നു. കൽപ്പറ്റ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മീനാക്ഷി പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. 5 പേരെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കള്ളാടി താഞ്ഞിരോട് പ്രദേശത്തെ പുഴയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്നവരോടാണ് ഉടൻ തന്നെ മാറി താമസിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, കള്ളാടി താഞ്ഞിരോട് പ്രദേശം, അവിടെ പുഴയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്നവർ അടിയന്തരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കള്ളാടി താഞ്ഞിരോട് പ്രദേശത്തെ പുഴയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്നവർ ഉടൻ തന്നെ മാറി താമസിക്കുക എന്നുള്ള നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായിട്ടുള്ള ടി സിദ്ദിഖുമായിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ അടിയന്തരമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. രക്ഷാപ്രവർത്തനമെല്ലാം ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായിട്ടുള്ള ടി സിദ്ദിഖുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. റവന്യൂ മന്ത്രി AP അനിൽകുമാറിനോടും കൃഷിമന്ത്രി ടി സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പ്രകാരം ടി സിദ്ദിഖ് വയനാട്ടിലേക്ക് തിരിക്കുകയാണ്. തുരങ്കപാതയുടെ നിർമ്മാണത്തിലേർപ്പെട്ട തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. വിശദമായിട്ടുള്ള പരിശോധനയിൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താവൂ. എന്തായാലും സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നിർമ്മാണം നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ തുരങ്ക നിർമ്മാണം, അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നു. അപകടത്തിൽ റോഡ് പൂർണ്ണമായിട്ടും, അവിടുത്തെ ഗതാഗതം പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുകയാണ്. പല വീടുകളും പൂർണ്ണമായും തകർന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പാലത്തിന് മുകളിലുള്ള മല ഇടിഞ്ഞ് മണ്ണ് കുത്തി ഒഴുകുകയായിരുന്നു. അതാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടത്. ആ ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. പാലത്തിൻ്റെ മുകളിലുള്ള മല ഇടിഞ്ഞ് മണ്ണ് കുത്തി ഒഴുകുന്നു. തുരങ്കപാത നിർമ്മാണ സമയത്ത് പല രീതിയിലുമുള്ള വിമർശനം വന്നപ്പോൾ അതിലൊന്ന്, ഇങ്ങനെ തുരങ്കത്തിന് വേണ്ടി കുഴിയെടുക്കുമ്പോൾ മലകളെയാണ് അത് ബാധിക്കുക എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. അത് സാധൂകരിക്കുന്ന രീതിയിലാണ് പാലത്തിന് മുകളിലുള്ള മല ഇടിഞ്ഞ് മണ്ണ് കുത്തിയൊഴുകുകയായിരുന്നു എന്ന് പറയുന്നത്. കള്ളാടിപ്പുഴയിലൂടെ താഞ്ഞിരോട് ഭാഗത്തേക്കാണ് മണ്ണ് പൂർണ്ണമായിട്ടും ഒലിച്ച് വരാൻ സാധ്യതയുള്ളത്. ഇനി മണ്ണിടിയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ആ വെള്ളപ്പാച്ചിലും മണ്ണും കലർന്നുള്ള പാച്ചിലുണ്ടാവാൻ സാധ്യതയുള്ളത് കള്ളാടിപ്പുഴയിലൂടെ താഞ്ഞിരോട് ഭാഗത്തേക്കായിരിക്കും മണ്ണ് പൂർണ്ണമായിട്ടും